ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഹായ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ കുറച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പോമഗ്രാനൈറ്റ്, പിന്നെ ബനാന, ആപ്പിള്, കിവി, ബ്ലാക്ക് കളർ ഗ്രേപ്സ്, ഗ്രീൻ ഗ്രേപ്സ്, ഗുവ, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി. ഇത്രയും തിങ്സാണ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡിന് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞങ്ങളുടെ ഫേവറേറ്റ്സ് ആണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. നെക്സ്റ്റ് ഇപ്പം ഞാനൊരു പാനിൽ ഒരു 1/2 ലിറ്റർ ഓഫ് മിൽക്കാണ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. ഇത് കുറച്ച് ഫ്രൂട്ട്സെല്ലാം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 1/2 ലിറ്റർ മിൽക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ബോയിൽ ആവട്ടെ. ഇതിപ്പോൾ ബോയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇനി റെഡിയാക്കി വെക്കേണ്ടത് ഒരു ബൗളിൽ 2 to 3 ടേബിൾ സ്പൂൺസ് ഓഫ് ബോയിൽഡ് മിൽക്ക് എടുത്ത് വയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ് ചെയ്യാനല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ പൗഡർ ഈ ബോയിൽഡ് മിൽക്കുമായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നോർമലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറേ ലംസ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് അങ്ങനെ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ദിവസം ആഗ്രഹമായിരുന്നു വീട്ടിൽ ഫ്രൂട്ട് കസ്റ്റേർഡ് ചെയ്ത് കഴിക്കണം എന്ന്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ശരി, വെറുതെ അല്ലേ ഇരിക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് ഈ പണിയിലോട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്ന മിൽക്കിൽ ഒരു 2 ടീസ്പൂൺസ് ഓഫ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഓൾറെഡി കസ്റ്റേർഡിൽ ഷുഗർ ഉണ്ട്, എന്നാലും ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്തു. ഇതിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഈ ബോയിൽഡ് മിൽക്കുമായിട്ട് ആഡ് ചെയ്തു. നമ്മളിപ്പോഴും ഗ്യാസ് ഓണിലാണ് വെച്ചേക്കുന്നത്, ഓഫ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളിത് ആഡ് ചെയ്ത ഉടനെ തന്നെ അതെന്താണ് കട്ടിയാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഉടനെ തന്നെ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളൊരു ബൗളിലോട്ട് ഈ കസ്റ്റേർഡ് മിക്സ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ഇത് നമുക്കൊരു റൂം ടെമ്പറേച്ചറിലോട്ട് ഈ കസ്റ്റേർഡ് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച കസ്റ്റേർഡ് ഇപ്പോൾ കൂളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം റെഡിയാണ്. ഇനി ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൂടാതെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചേക്കുന്നത് ഈ ബദാമും കാഷ്യൂ നട്ട്സും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ടേസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം ജസ്റ്റ് ഒരു മിക്സപ്പ് കൊടുക്കുക. ഈ കസ്റ്റേർഡുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മളിതിൽ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മളിനി ഫ്രിഡ്ജിലോട്ട് മാറ്റുക. എന്നിട്ട് കുറച്ചുകൂടെ കൂളാവാൻ വേണ്ടി ഈ ഫ്രൂട്ട്സും കസ്റ്റേർഡും എല്ലാം കൂടെ ഒന്ന് മിക്സായി കൂളാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 1 to 2 hours ഒക്കെ വെച്ചാൽ മതി. അതിന് മുന്നേ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സും ബദാമും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഈ 2 നട്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫൈനലി നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡിയാണ്. നമുക്കിനി എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിഡിലായിട്ടുണ്ട്. ഒന്നാമത് വെക്കേഷൻ ടൈമാണ്, പിള്ളേരെല്ലാം വീട്ടിലുണ്ടാവും. ഒന്നാമത് പിന്നെ ചൂടും കൂടെയാണ്. നല്ല കൂളായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.